ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ചാണ് നാം കുറേ നാളുകളായി പഠിച്ചു വരുന്നത്, നാം ചിന്തിച്ചു വരുന്നത്. എന്തിനാണ് ആ ഒരു വിഷയം കർത്താവ് നമുക്ക് ധ്യാനിക്കാൻ തന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് മുദ്രകുത്തി ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന് ചിന്തിച്ച്, ഒരുപക്ഷെ എല്ലാം മാറ്റിവെച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നോർത്ത് നിങ്ങൾ ആരെങ്കിലും, സാധിക്കാൻ പോകുന്നില്ല, കാരണം നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, അനേക ദൈവദാസന്മാരോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്തു, എന്നിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ആ വിഷയം നടക്കുകയില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള, പ്രത്യേകിച്ചും അവരോടുള്ളത്, എന്നാൽ എല്ലാവരോടുമുള്ളതായ ദൈവിക സന്ദേശമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം. നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ ദൈവം മുന്നോട്ട് നയിച്ചത്, വിടുവിച്ചത് എല്ലാം ഒരത്ഭുതമായിരുന്നു. 10 ബാധ ദൈവം അയച്ചു. കൂടാതെ അവർ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ മുന്നിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ്റെ വലിയ സൈന്യം. എന്നാൽ ദൈവം 2 അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. ഒന്ന്, ഏതാണ്ട് 355 കിലോമീറ്റർ വീതിയും 1600ഓളം അടി താഴ്ചയുമുള്ളതായ ചെങ്കടൽ ദൈവം വിഭാഗിച്ചു. മാത്രമല്ല, ചെങ്കടലിനെ മനുഷ്യർക്ക്, ദൈവമക്കൾക്ക് നടക്കാൻ തക്കതായ നല്ല ഉണങ്ങിയ പാതയുണ്ടാക്കി. എല്ലാ അത്ഭുതമാണ്, എല്ലാം അസാധ്യമായ കാര്യമാണ്, മനുഷ്യ ബുദ്ധിക്ക് അസാധ്യമാണ്. മാത്രവുമല്ല, ഇസ്രായേൽ മക്കളുടെ പിന്നാലെ അവരെ പിടിക്കാനായി ഭീഷണി വാക്കുകൾ പറഞ്ഞുകൊണ്ട് വന്ന ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കളഞ്ഞു, ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ഇതെല്ലാം ദൈവം ചെയ്ത അത്ഭുതമാണ്. എന്നാൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കയറി അക്കരദേശത്തെത്തി അവർ ദൈവത്തിന് പാട്ടുപാടി മിരിയാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട ദൈവത്തെ അവരെ ആർത്തുപാടി സ്തുതിച്ചു. പക്ഷേ അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അവർക്ക് ദാഹിച്ചു. അതാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മരുഭൂമിയിൽ എവിടെ വെള്ളം? മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ലാത്ത സ്ഥലമാണ്, ഊഷരമായ സ്ഥലം, വെള്ളമില്ലാത്ത സ്ഥലം. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. വെള്ളം കിട്ടാത്ത അവസ്ഥ, ദാഹിച്ചു കഴിയുന്ന അവസ്ഥ, പരവേശപ്പെട്ട് കഴിയുന്ന അവസ്ഥ, അത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുഭൂമിയുടെ അനുഭവം ഇല്ലേ? ഒന്നും ഒരു പ്രതീക്ഷയില്ല. മുന്നോട്ട് നോക്കിയാൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. ചിന്തിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് 100 കാര്യങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ എങ്ങനെ സാധ്യതകളില്ല, വെള്ളം ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ ദാഹമുണ്ട്, പലതിനും ദാഹമുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ലാത്ത അവസ്ഥ. ചിന്തിച്ചു നോക്കൂ. നല്ലൊരു ഡിഗ്രി സമ്പാദിക്കണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ഒന്ന് വിദേശത്ത് പോകണമെന്നുള്ള ദാഹമുണ്ട്, പക്ഷേ വിസ കിട്ടുന്നില്ല. IELTS പാസ്സാകണമെന്നുണ്ട്, പലവട്ടം എഴുതി, പക്ഷേ അതിനുള്ള ദാഹമുണ്ട്, പക്ഷേ ജയിക്കാൻ പറ്റുന്നില്ല. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, ഉത്സാഹമുണ്ട്, ദാഹമുണ്ട്, പക്ഷേ അതിനുള്ള വഴികൾ തുറന്നു വരുന്നില്ല. ഇങ്ങനെ ദാഹമുള്ളിലുണ്ട്, കാര്യം നടക്കുന്നില്ലാത്ത അവസ്ഥ. ഇതാണ് മരുഭൂമിയുടെ അനുഭവം. വെള്ളത്തിനുള്ള ദാഹം. ഞാൻ പറയുന്നത് വെള്ളം മാത്രമല്ല, ഒരു സ്വർഗീയ കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയും ഭർത്താവും മിണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഭിന്നത വരുന്നു. പിന്നെ ഊഷരമായ മരുഭൂമി പോലെ നിശബ്ദതയാണ്, പരസ്പരം മിണ്ടാട്ടമില്ല, മുഖം വാടിക്കഴിയുന്നു, മനസ്സ് വാടിക്കഴിയുന്നു. അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ സ്നേഹമായി കഴിയണമെന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒന്ന് മിണ്ടിത്തുടങ്ങും, പിന്നെ വൈരാഗ്യമായി, വഴക്കായി, മിണ്ടാട്ടമില്ലാതെയായി. മരുഭൂമിയുടെ അനുഭവം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ദൈവമക്കൾ ആരെല്ലാം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ പോകുന്നുണ്ട്? കർത്താവിന് സ്തോത്രം. സാമ്പത്തികമായ വരൾച്ചയാണ് മരുഭൂമി, അല്ലേ? വരണ്ടുണങ്ങിയ അവസ്ഥ. സാമ്പത്തികമായി ഒന്ന് ഉയരണമെന്നുണ്ട്, അഭിവൃദ്ധി പ്രാപിക്കണമെന്നുണ്ട്, ലോൺ എടുത്ത് പലതും ചെയ്തു നോക്കി, എല്ലാം ഫെയിലിയർ, ഒന്നും കിളിർക്കുന്നില്ല, ഒരു വെള്ളത്തിൻ്റെ അനുഭവമില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്താണ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാം.
23-ാമത്തെ വാക്യം, മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ ഭാഗ്യം, വെള്ളത്തിന് ദാഹിച്ചിരുന്നപ്പോൾ ഇതാ വെള്ളം കിട്ടി. IELTS ജയിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ IELTS ജയിച്ചു, പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങോട്ട് ഇൻടേക്ക് ഇല്ല. എന്തു ചെയ്യും? UK പോകാനായിട്ട് IELTS ഒക്കെ പാസ്സായി, പക്ഷേ ഇപ്പോൾ അവിടെ ആവശ്യമില്ല. കയ്പുള്ള വെള്ളം. ഒരു വിവാഹം നടക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് പെൺകുട്ടികളെ പോയി കണ്ടു, ഒരുപാട് ആൺകുട്ടികൾ വന്ന് കണ്ടു, വിവാഹം നടക്കുന്നില്ല. പക്ഷേ വിവാഹം ഇപ്പം നടന്നു. പക്ഷെ നടന്നപ്പോൾ ഇപ്പോൾ നടക്കണ്ടായിരുന്നു തോന്നുന്നു. ജീവിതം കയ്പാണ്. കയ്പായ ജീവിതത്തിലൂടെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ജീവിതം കയ്പായിപ്പോയി. കയ്പിൻ്റെ അനുഭവം. ഒരു മധുരമില്ല, കുടുംബജീവിതത്തിൽ മധുരമില്ല, ബന്ധങ്ങളിൽ മധുരമില്ല, കയ്പാണ്. കയ്പിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടോ? നാളുകളായി ആഗ്രഹിച്ച ഒരു ജോലി കിട്ടി, പക്ഷേ കയ്പാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്നു, പക്ഷേ അവിടെ ചില ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നു. കയ്പാണ്. ഇപ്പോൾ നാം പേപ്പറിൽ കാണുന്നു, വലിയ വലിയ IT കമ്പനികളിൽ, വലിയ വലിയ കമ്പനികളിൽ നടക്കുന്ന ചില അഴിമതികൾ. ജോലി കിട്ടി, പക്ഷേ ഭീഷണിയാണ്, പീഡനമാണ്. ഞാൻ വാർത്താമാധ്യമങ്ങളിൽ കണ്ടതാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കയ്പിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുന്നവർ, നൂറ് അനുഭവങ്ങൾ. പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്ത് രോഗം വന്നു. സന്തോഷമായി പോവുകയായിരുന്നു, അങ്ങ് ജീവിച്ചു പോവുകയായിരുന്നു. ഇപ്പോഴിതാ വലിയ മാരകമായ രോഗം, ചികിത്സിക്കാൻ പൈസയില്ല, ഉള്ള വസ്തുക്കളെല്ലാം വിറ്റു, ഉള്ള ആഭരണവും വസ്തുവെല്ലാം വിറ്റു, ഇനി ഒന്നും വിൽക്കാനില്ല. എങ്ങനെ മുന്നോട്ട് പോകും? കയ്പിൻ്റെ അനുഭവം. ഒന്ന് വരൾച്ചയുടെ അനുഭവം, 2 കയ്പിൻ്റെ അനുഭവം. ഇത് രണ്ടും മനുഷ്യജീവിതത്തെ കാണിക്കുന്നതാണ്. ഈ 2 അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും, ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന്, ഇനി ഒരിക്കലും പുഷ്പിക്കുകയില്ലെന്ന്, ഇനി ഒരിക്കലും ജീവിതം തളിരണികയില്ലെന്ന്. ഈ ക്ലോസ്ഡ് ചാപ്റ്റർ, അത് ക്ലോസ് ആയിപ്പോയി, ഇനിയൊന്നും തുറക്കപ്പെടുന്നില്ലെന്ന്. എന്നാൽ ക്ലോസ് ചെയ്ത ഓരോ ചാപ്റ്ററുകളും തുറക്കാൻ യേശുവിന് കഴിയും. മകനെ, നിൻ്റെ ജീവിതത്തിൽ നീ അടച്ചിട്ട ചില അധ്യായങ്ങൾ, അത് ഓപ്പൺ ചെയ്ത പുതിയ അധ്യായങ്ങൾ, പുത്തൻ അധ്യായങ്ങൾ നിൻ്റെ ജീവിതത്തിൽ തുറന്നു തരാൻ കർത്താവിന് കഴിയും. മകളെ, യേശുവിന് കഴിയും. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയ്ക്ക് നേരെ പെറുപെറുത്തു. നിങ്ങൾ ദൈവത്തോട് പെറുപെറുക്കരുത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്ക് തന്നില്ല, ദൈവം ക്രൂരനാണ്, ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുക, എനിക്ക് മാത്രം തരികയില്ല, ഇതെന്താണിത്, ഇത് അനീതിയല്ലേ, ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്, പെറുപെറുക്കരുത്. പ്രാർത്ഥന തുടരുക. പ്രാർത്ഥനയ്ക്ക് ചില തത്വങ്ങളുണ്ട്. 1, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. 2, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. 3, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2, ലഭിച്ചു കഴിഞ്ഞുവെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അവധിക്ക് അത് നടക്കുമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ തത്വങ്ങളാണതെല്ലാം. 1 പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഇനി വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജനം എന്ത് ചെയ്തു? ജനം പെറുവിറുക്കാൻ തുടങ്ങി. അപ്പോൾ ജനം പെറുവിറുക്കുന്നു, പക്ഷേ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. 25-ാമത്തെ വാക്യം, അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ തൊട്ടടുത്തുണ്ട്. നാം അത് കണ്ണു തുറന്ന് കാണണം. ഒരു വൃക്ഷം. ഹല്ലേലൂയ. ഏതാണ് ഈ വൃക്ഷം? ഈ വൃക്ഷം യേശുക്രിസ്തുവാണ്. ഒരു വൃക്ഷം അവന് കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഒഴുകുന്നതായ ആ കറ, ആ ചാറ് വെള്ളത്തിലേക്ക് പകരപ്പെട്ടു, വെള്ളം മധുരമായി തീർന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ തിരുരക്തം, മകനെ, നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ നിൻ്റെ പ്രശ്നം മധുരമായി തീരും. നിൻ്റെ പ്രശ്നങ്ങൾ മാറും, നിൻ്റെ കയ്പ് മാറും, നിൻ്റെ വരൾച്ച മാറും. യേശുവിലേക്ക് വരണം. അതേ, നിങ്ങളുടെ ഓരോരുത്തരെയും തൊട്ടടുത്ത് പരിഹാരകനുണ്ട്. യേശു നിങ്ങളുടെ അടുത്തുണ്ട്. ഈ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മതി. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ദൂരെ പോകണ്ട, നിങ്ങൾ മല കയറാൻ പോകണ്ട, നിങ്ങൾ നടന്ന് തീർത്ഥയാത്ര ചെയ്യാൻ പോകണ്ട. നിങ്ങളങ്ങ് യേശു ജനിച്ച നാട് കാണാൻ അങ്ങ് യെരുശലേമിലേക്ക് പോയി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ ചെറ്റക്കുടിലിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നൊരു യേശുവുണ്ട്. ആ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കണം. മോശയോട് ദൈവം പറഞ്ഞു, ദേ ആ വൃക്ഷമുണ്ട്, ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി വെള്ളത്തിലിടുക. ഉടനെ എന്ത് സംഭവിച്ചു? വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. കയ്പുള്ള നിൻ്റെ ജീവിതം മാറും മകനെ. നിൻ്റെ നിരാശപ്പെട്ട ജീവിതം മാറും. എങ്ങനെ? യേശു ആകുന്ന ഈ വൃക്ഷം ജീവിതത്തിൽ വരണം. യേശുവിൻ്റെ തിരുരക്തം അവിടെ പകരപ്പെടണം. ജീവിതം മുഴുവൻ മാറും.
ഞങ്ങളുടെ കുടുംബം കയ്പിൻ്റെ പര്യായമായിരുന്നു, നിരാശയുടെ പര്യായമായിരുന്നു, തളിർക്കാൻ സാധ്യമല്ലാത്ത ഊഷരമായ മരുഭൂമിയുടെ അനുഭവമായിരുന്നു. ഒരു വശത്ത് ദാരിദ്ര്യം, ഒരു വശത്ത് വസ്ത്രത്തിന് മാർഗമില്ല, ഒരു വശത്ത് നിരാശ, ഒരു വശത്ത് ആത്മഹത്യാപ്രവണത, ഒരു വശത്ത് ഭ്രാന്തിൻ്റെ വലിയ ബാധ, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി പോയ ഞങ്ങളുടെ കുടുംബം. എന്നാൽ ജീവനുള്ള ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കയ്പ് മാറി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരൾച്ച മാറി. ഇന്ന് ഞങ്ങൾ മധുരമുള്ള ജീവിതം അനുഭവിക്കുന്നു. ഞങ്ങൾ 4 തലമുറകൾ ഇന്ന് വീട്ടിലുണ്ട് ഒരുമിച്ച്. ഞങ്ങളുടെ 87 വയസ്സുള്ള പിതാവും 85 വയസ്സുള്ള അമ്മയും 3.5 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമോനും, അതിന് ഇടയിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും എല്ലാം ചേർന്ന് 4 തലമുറകൾ ഇന്ന് സ്വർഗതുല്യമായ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതം ഇവിടെ മാറയിലെ ഇതുപോലുള്ള കയ്പായിരുന്നു, മരുഭൂമിയുടെ അനുഭവമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മരുഭൂമിയുടെ അനുഭവം, കയ്പിൻ്റെ അനുഭവം മാറ്റി ഞങ്ങൾക്ക് മധുരം തന്നൊരു യേശുവുണ്ട്. ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. യൗവനക്കാരെ, നിൻ്റെ ജീവിതം മാറും. പ്രിയ സഹോദരി, നിൻ്റെ ജീവിതം മാറും. നീ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കേണ്ട, യേശുവിനെ സ്വീകരിച്ചാൽ മതി. യൗവനക്കാരെ, പ്രിയ സഹോദരികളെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത് യേശുവുണ്ട്. ഈ യേശുവിനെ സ്വന്തം രക്ഷിതമായ കർത്താവായി സ്വീകരിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ കർത്താവാണെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക, വിശ്വസിക്കുക. പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷിക്കപ്പെടും. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ കയ്പ് മാറി മധുരം കിട്ടും. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. കയ്പ് മാറ്റാൻ മനുഷ്യർക്ക് കഴിയില്ല. എന്നാൽ ഈ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുവിനെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നിങ്ങൾക്കപ്പോൾ പ്രത്യേക ഒരു അനുഭവം ഉണ്ടാകും. യേശുവുമായിട്ട് പ്രത്യേക ഒരു ബന്ധം കിട്ടും. അങ്ങനെ ആ ബന്ധത്തിൽ വളരാനിടയാകും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.